ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കിംഗ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് ഒരുപാട് പഴയ ബോസൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ചെറിയ ബേബിയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച ബോ ഇപ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒട്ടും കളയാനും തോന്നില്ല കേട്ടോ. കാരണം കുഞ്ഞു കുട്ടികളായത് കാരണം ഒരുപാടൊന്നും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഗ്ലൂ ഒക്കെ ഇളകിപ്പോയതുപോലെ ഉണ്ടാവും. എന്നാലും ഇതിനൊന്നും ഒരു കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് ഗ്ലൂ ഒക്കെ പോയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതെൻ്റെ മോളുടെ ഫസ്റ്റ് ബോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ബോ എന്താ പറയുക, എനിക്കൊട്ടും കളയാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. എനിക്ക് റീയൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ കുറേ എൻ്റെ മോളുടെ ബോസൊക്കെ ഇങ്ങനെ കളയാതെ ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അത് പിന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീയൂസ് ചെയ്യാം, അങ്ങനെ എന്തൊക്കെ നമുക്ക് ഐഡിയക്ക് അനുസരിച്ച് മാറ്റാമല്ലോ. അപ്പം ഞാൻ അതുപോലെ ഇതൊക്കെ കാര്യമായിട്ടൊന്നും നമുക്കിത് റീക്രിയേറ്റ് ചെയ്താൽ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ബാൻഡ്സ് ഒന്നും നിങ്ങൾ കളയാൻ പാടില്ല കേട്ടോ. യൂസ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് ഗ്ലൂ പോയി എന്ന് വിചാരിച്ചിട്ട് കളയാൻ പാടില്ല. നിങ്ങൾക്കത് റീക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഐഡിയ വെച്ച് നമുക്ക് നല്ലൊരു രീതിയിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയൊരു പണി മാത്രമേ അതിൻ്റെ മുകളിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും കേട്ടോ. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മേക്കിംഗ് വീഡിയോ അല്ല ഇത്. നമുക്ക് ജസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ആൺകുട്ടികളുടെ വീട്ടിലാണെങ്കിൽ പോലും അവർക്ക് വേണമെങ്കിൽ അമ്മമാർക്ക് തന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർ പഴയ ക്ലിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റോണൊക്കെ നല്ല രീതിയിലുണ്ടാകും. ചിലപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ക്ലിപ്പ് മാത്രം ഇളകിപ്പോയിട്ടുണ്ട്, ബേസ് ഇളകിപ്പോയതിലുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കളയാതെ ചിലപ്പോൾ നല്ലൊരു മെമ്മറി ആയിരിക്കും ചില ആൾക്കാർക്ക് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിൽ പോലും ഇനി മുതൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡെസ്പായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് തരുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പെൺകുട്ടികളുള്ള അമ്മമാരെ മാത്രമല്ല, ആൺകുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് പല തരത്തിലും നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ഈ ഒരു കാര്യം റീക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെയും ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇത് തുടങ്ങാൻ മാത്രമായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും പല കാര്യങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനാണെങ്കിലും ചിലപ്പോൾ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ ഓഫീസിൽ പോയി, കുട്ടികൾ സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന സമയത്തായിരിക്കും പല ചിന്തകളും നമുക്ക് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പല വിധത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽത്തിനാണെങ്കിലും നല്ലതാണ്. നമ്മളിങ്ങനെ ഡെസ്പായിട്ടിരിക്കുമ്പോൾ പല മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുക. നെഗറ്റീവ് മാത്രമേ നമ്മുടെ മൈൻഡിലുണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവ് എനർജി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഹെൽത്തിനും നല്ലതാണ്, മെൻ്റലി നിങ്ങൾക്കും ഫിസിക്കലിയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ട് ഈ ഒരു ഹെയർ ബാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേറൊരു ബാൻഡ് വെച്ചിട്ടുള്ള, ബാൻഡിൻ്റെ മുകളിൽ കിടന്നിരിക്കുന്ന ഒരു ബോ ആണ് കേട്ടോ, ചെറിയൊരു ബോ. പക്ഷേ ഇതിലൊന്നും ഒരു ഡാമേജും ഇല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതും വേറൊരു ബോ ആയിരുന്നു, അതൊക്കെ ഇങ്ങനെ ഇളകിപ്പോയതാണ്. അപ്പോൾ ഇതൊന്നും എനിക്ക് കളയാൻ തോന്നുന്നില്ല. അവൾക്കൊരു ഇത്തിരി ഇഷ്ടപ്പെട്ട ബോ ആയിരുന്നു കേട്ടോ. ഈ പിങ്ക് കളറിന് ഗേൾസിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഐറ്റമാണ് അത്. ഈ ഒരു ഹെഡ് ബാൻഡ് ആണെങ്കിലും അധികം ഒന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഈ സാറ്റിൻ കവറൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ മെറ്റൽ കിട്ടുമല്ലോ, അതിൻ്റെ മുകളിൽ വേറെ ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതിനത്ര വലിയ ഡാമേജൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാനിതൊന്ന് വേറൊരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോവിനെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ ഈ ഒരു ഐറ്റം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു നൂലെടുത്തിട്ട് ചുറ്റി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഹെയർ ബാൻഡിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ഒരു റിബൺ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതലും ആ സമയത്ത് ടൈറ്റ് ആയിക്കോളുമല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു രീതിയിൽ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിക്സ് മാത്രമാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം ടൈറ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇളകി പോകണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അതിന് ശേഷം ഞാൻ പറയാം, ഈ ഒരു ബട്ടർഫ്ലൈനെ ഞാൻ സെൻറ്ററിലോട്ട് വെക്കാനാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ കളറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കളർ വേണമെന്ന് എനിക്കൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് തന്നെ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല. മൊത്തത്തിലും പിങ്ക് ആകുമ്പോൾ എനിക്ക് അത്രയും ഒരു ഇഷ്ടം തോന്നുന്നില്ല. പിന്നെ ഈ ഒരു പിങ്കും ആണെങ്കിൽ പോലും സെയിം കളറായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു യെല്ലോ വെക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ യെല്ലോ വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ സെൻറ്ററിലോട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൂ എല്ലാവരുടെ വീട്ടിലും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ബോയിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേറെ എന്താണെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് എന്താ പറയുക, എന്ത് കുട്ടികളുടേതാണെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇളകിപ്പോയി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലൂ ആണ് B7000ൻ്റെ ഒരു ഗ്ലൂ. അപ്പോൾ ഈ വലിയ ട്യൂബ് തന്നെ വേണമെന്നില്ല, ചെറിയ ട്യൂബ് ആണെങ്കിലും ചെറിയ ഒരു 60 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ത്രെഡ് ഹൗസിലും ചോദിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ത്രെഡ് ഹൗസിൽ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ത്രെഡ് ഹൗസിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൂ കിട്ടും. മിക്ക സ്ഥലത്ത് ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫാൻസിൽ തന്നെ ചിലപ്പോൾ കാണും. അപ്പോൾ ഈ ഒരു ഗ്ലൂ അത്യാവശ്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കണം. ഇതിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ബോ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിലോട്ടായിട്ട് നമുക്ക് സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡിൻ്റെ മുകളിലോട്ട് നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിങ്ക് കളറിൽ സാറ്റിൻ്റെ റിബൺ ഉണ്ടായിരുന്നു, ആ റിബൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിബണിനെ ഞാൻ നടുവിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു വിടുത്തിൽ തന്നെ വെക്കുന്നില്ല. അപ്പോൾ നടുവിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് നമ്മുടെ ലൈറ്റ് വെച്ചൊന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നടുഭാഗത്തൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെയോട് കൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബോവും കൂടി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പറ്റുന്നതും നിങ്ങൾ ത്രെഡൊക്കെ എടുക്കുമ്പോൾ കുറച്ച്, ഇവിടെ ഇപ്പോൾ സെൻറ്ററിലായത് കാരണം അങ്ങനെ കാണത്തില്ല, എന്നാലും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു കളറിന് യോജിച്ച ഒരു കളർ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ സെയിം കളർ എടുക്കണം. സെയിം കളർ കിട്ടിയില്ലെങ്കിലും അതുമായിട്ട് കുറച്ച് സാമ്യമുള്ള കളർ എടുത്തിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ത്രെഡൊന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ കുറച്ച് പെർഫെക്ഷൻ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർഫ്ലൈനെ നമുക്കൊന്ന് സെൻറ്ററിലോട്ടായിട്ട് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈനെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ബട്ടൺസ് ഒന്നും സെൻറ്ററിൽ വെക്കാനുള്ള ബട്ടൺസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കിട്ടും ഇതിൻ്റെ സെൻറ്ററിലൊക്കെ. ചെറിയൊരു ബീഡ്സ് ആയാലും മതി, ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റിൻ റിബണൊക്കെ ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണല്ലോ. അങ്ങനെയുള്ള റിബണൊക്കെ വെച്ചിട്ട് ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ വെച്ച് കൊടുത്താൽ അതും നല്ല അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, യൂസ്ഫുള്ളായിട്ട് തോന്നും. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. മാക്സിമം നിങ്ങൾ ചെറിയ എമൗണ്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രം വാങ്ങിച്ച് വെക്കുക. എന്നിട്ട് ഗ്ലൂ ഒക്കെ അത്യാവശ്യം എന്തായാലും വേണ്ട കാര്യമാണല്ലോ. അപ്പോൾ അത് ഒരു നല്ല ഗ്ലൂ ആയിട്ട് തന്നെ B7000 മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് തന്നെ വാങ്ങിച്ച് നോക്കാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള സാറ്റിൻ റിബണൊക്കെ ചെറിയ വിലയുടെയും കിട്ടും, വലിയ വിലയുടെയും സാറ്റിൻ റിബണൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വാങ്ങിക്കുമ്പോൾ ചെറിയ വിലയിൽ കിട്ടുന്ന സാറ്റിൻ റിബണൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം വലിയ റിബണൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പൈസ വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, നീറ്റായിട്ട് പഠിച്ചതിന് ശേഷം ഓക്കെ സെയിൽ ചെയ്യാൻ റെഡി ആവുന്ന സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ വലിയ പൈസയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. ഇതൊരു റീമേക്കിംഗ് വീഡിയോ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി, മേക്കിംഗ് വീഡിയോ അല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക. അത്രേ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് വരാം. അപ്പോൾ ബൈ, താങ്ക് യു.